നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം നിർത്തലാക്കണമെന്ന ടെസ്ല സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്ക്. ഇവ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം. EVM മെഷീനുകളുടെ സുരക്ഷയെ ചൊല്ലി ലോകമെമ്പാടും ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് മസ്കിന്റെ സമൂഹമാധ്യമ പോസ്റ്റ് പുറത്തുവരുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണം. ചെറുതാണെങ്കിലും മനുഷ്യരോ AIയോ മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തിടെ പ്യൂർട്ടോറിക്കോയിലുണ്ടായ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി മസ്ക് എക്സിൽ കുറിച്ചു. അതേസമയം ഇന്ത്യയിൽ M3 EVM എന്നറിയപ്പെടുന്ന മൂന്നാം തലമുറ EVM മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ടാമ്പർ പ്രൂഫായി രൂപകൽപ്പന ചെയ്തവയാണ് ഈ ഉപകരണങ്ങൾ. ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കണ്ടാൽ ഇവ സുരക്ഷാ മോഡിലേക്ക് പോവുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. ഇതിനിടെ ഇലോൺ മസ്കിന് വിശദീകരണവുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. സത്യസന്ധമല്ലാത്ത പൊതുവൽക്കരണമാണ് മസ്കിന്റെ കുറിപ്പിലെന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ആർക്കും സുരക്ഷിതമായ ഹാർഡ്വെയറുകൾ നിർമ്മിക്കാൻ സാധിക്കില്ലെന്ന് പ്രസ്താവിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണിത്. ഇത് തെറ്റാണ്. ഇന്റർനെറ്റ് കണക്ഷനുള്ള വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കാൻ സാധാരണയായുള്ള കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന US പോലുള്ള രാജ്യങ്ങളിലാണ് മസ്കിന്റെ പ്രസ്താവന ബാധകമാകുന്നത്. എന്നാൽ ഇന്ത്യൻ EVMകൾ മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്തവയാണ്. നെറ്റ്വർക്കുകളിൽ നിന്നും മീഡിയയിൽ നിന്നും ഒറ്റപ്പെട്ടും സുരക്ഷിതമായും നിലകൊള്ളുന്നവയാണ്. അതിൽ യാതൊരു തരത്തിലെ കണക്ടിവിറ്റിയോ ബ്ലൂടൂത്തോ വൈഫൈയോ ഇന്റർനെറ്റോ ഇല്ല. അതിനുള്ളിൽ കടക്കാൻ യാതൊരു വഴിയുമില്ല. റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കാത്ത ഫാക്ടറി പ്രോഗ്രാം ചെയ്യപ്പെട്ട കൺട്രോളുകളാണ് അതിലുള്ളത്. ഇന്ത്യ നിർമ്മിച്ചതുപോലെ ശരിയായ രീതിയിൽ EVM മെഷീനുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ച ഒരു ട്യൂട്ടോറിയൽ നടത്താൻ പോലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഇലോൺ രാജീവ് ചന്ദ്രശേഖർ മസ്കിന് മറുപടിയായി കുറിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.